വ്ളോഗ്സ്. വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. അപ്പം ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ദിവസം മുന്നിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്, ഞാൻ നമ്മുടെ ഷോപ്പ് കാണിച്ചു തരാം എന്നുള്ളത്. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ആദ്യം പറഞ്ഞുതരാം. വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഇതുവരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. കുറേ പേര് എപ്പോഴും ചോദിക്കാറുള്ള കാര്യമാണ്, ചേച്ചിക്ക് അവിടെ എന്താണ് ജോലി, ചേട്ടൻ എന്താണ് ജോലി, എന്ത് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട്. നമുക്കിവിടെ ബിസിനസ്സാണ്, നമ്മളുടെ സ്ഥാപനമാണ് അൽനാജി മൊബൈൽസ് ആൻഡ് ട്രേഡിംഗ് എന്നാണ് സ്ഥാപനത്തിൻ്റെ പേര് വരുന്നത്. മൊബൈൽ ഫോൺസ് മാത്രമല്ല കേട്ടോ, ഏതൊക്കെയാണ് ഞാൻ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ കാണിച്ചു തരാം. ഫസ്റ്റ് തന്നെ ലൊക്കേഷൻ പറഞ്ഞുതരാം. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ വരുന്നത് UAE അജ്മാനിൽ റാഷിദിയ 3 പാകിസ്ഥാനി സൂപ്പർ മാർക്കറ്റ്. അവിടെ അല്ലേ പാകിസ്ഥാനി സൂപ്പർ മാർക്കറ്റ്? പാകിസ്ഥാനി സൂപ്പർ മാർക്കറ്റിൻ്റെ ഓപ്പോസിറ്റ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ലൊക്കേഷൻസ്, മെയിനായിട്ട് വരുന്ന ലൊക്കേഷൻസ് പറഞ്ഞുതരാം. നമ്മുടെ അസ്റ്റർ ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ ബാക്ക് സൈഡ്. അതുപോലെ തന്നെ അച്ചൈൻസ് റെസ്റ്റോറൻറ്റ്, അതിൻ്റെയും ബാക്ക് സൈഡിലായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ബിൽഡിംഗ് നമ്പർ 7. ലൊക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി, അൽനാജി മൊബൈൽസ് ആൻഡ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ നോക്കിയാൽ മതി, ലൊക്കേഷൻ കിട്ടും. ഇന്ത്യയിലൊക്കെ ഇരുന്നോട്ടായിട്ട് നമ്മുടെ വീഡിയോ ഒരുവിധം എല്ലാവരും കാണുന്നത്. സോ നിങ്ങൾ നോക്കിയാലും കിട്ടും കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ല, ഇപ്പോൾ UAEയിലുള്ളവർക്ക് മാത്രമായിരിക്കുമല്ലോ ഇപ്പോൾ നമ്മുടെ ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നത്. അപ്പം റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വരണം. ഇപ്പം കാശി ബേബിനെ അമ്മയുടെ അടുത്ത് ആക്കിയിട്ടാണ് കേട്ടോ വന്നത്. കുഞ്ഞു ബേബിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഗോഗു ഉണ്ട്. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് ആനന്ദ്. ഇതാണ് നമ്മുടെ ഷോപ്പ് വരുന്നത്. ഭയങ്കര വലിയ സ്ഥാപനമൊന്നുമല്ല, ഒരു കുട്ടി ഷോപ്പാണ്. ഇതിപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് 2023 ഗോഗു സ്റ്റാർട്ട് ചെയ്തത് 2023 2023 ഏപ്രിലാകും കേട്ടോ. അപ്പോൾ 2 വർഷം ആവുന്നുണ്ട്. ഇതാണ് നമ്മുടെ സാമ്രാജ്യം. തുടക്കം ഇതാണ് അല്ലേ ഗോപു? ഇവിടുന്ന് വേണം ഇനി ഓരോന്നായിട്ട് അതെ വെട്ടിപ്പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെ അയ്യോ എന്റെ ഗോപു, അഥവാ വീഡിയോ റീച്ച് ആയിപ്പോണ്ടല്ലോ, തീർന്ന് UAE ഗവൺമെന്റ് ഇതിനെ തൂക്കി. എന്തൊക്കെയാണ് പറയാനുള്ളത്? എന്താണ് ചെയ്യുന്നത്? ഇവൻ മുട്ടനലമ്പാണ്. നമ്മുടെ വീഡിയോ കണ്ട് ആരോ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കുട്ടി ഭയങ്കര കുട്ടിക്കളിയാണ്, പക്ഷെ ഹസ്ബൻഡ് ഭയങ്കര സീരിയസ് ആണ്. ഇവൻ സീരിയസ് ഒന്നും അല്ല കേട്ടാ. നീ സീരിയസ് ആണോ? അത് വെറുതെ ആണ് കേട്ടോ. എനിക്ക് ഡെലിവറി ആണ് എന്ന് ഡേറ്റ് കൺഫേം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ഡേറ്റ് പറഞ്ഞ് അഡ്മിറ്റ് ആവാൻ പറഞ്ഞപ്പോൾ തന്നെ ടിക്കറ്റ് എടുത്ത ആളാണ്. ടെൻഷൻ അടിച്ചിട്ടില്ലെന്ന്. അങ്ങനെ. അപ്പൊ ഇതാണ് നമ്മുടെ ഷോപ്പിൽ ഇപ്പം എന്തൊക്കെയാണ് എന്ന് എന്നെക്കാളും കൂടുതൽ ഗോകുലിനായിരിക്കും പറഞ്ഞുതരാൻ പറ്റുന്നത്. എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ നമുക്ക് സർവീസ് അവൈലബിൾ ആണ്. അതായത് ഫോണിൻ്റെ ഒരുവിധം എല്ലാ സർവീസുകളും അവൈലബിൾ ആണ്. നമുക്ക് സർവീസ് ചെയ്യുന്ന ആനന്ദാണ് കേട്ടോ. അപ്പോൾ ആനന്ദിനെ കൂടെ ചോദിക്കാം. പറയാം. നല്ല സർവീസാണ്. എന്തൊക്കെ സർവീസുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്? ഡിസ്പ്ലേ, ബാറ്ററി, പിന്നെ കണ്ടൊക്കെ ചെയ്യും. IC വർക്ക് ചെയ്യും, ഡഡ് ചെയ്യും. നമ്മുടെ ഫോണിന് എന്ത് തരം കംപ്ലൈന്റ് വന്നാലും അതൊക്കെ നമുക്ക് സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ. ചെയ്യാൻ പറ്റുന്നതൊക്കെ സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് തന്നെ ആനന്ദ്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ സർവീസ് ആണ് ഫസ്റ്റ് പറയാനുള്ളത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് സർവീസിന്റെ എല്ലാ വർക്കും നമ്മൾ ചെയ്യും, ഡഡ് ചെയ്യും. സർവീസിന്റെ എല്ലാവിധ വർക്കും നമ്മൾ ഇവിടെ സ്പീക്കർ ഉണ്ടല്ലേ, നമ്മൾ സർവീസിന്റെ എല്ലാവിധ ചെയ്യും. IC വർക്ക് ചെയ്യും, ഡഡ് ചെയ്യും, സോഫ്റ്റ്വെയർ ചെയ്യും. പിന്നെ നിങ്ങൾക്ക് പേരറിയാം, ഫോൺ ഡഡായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേരറിയാത്ത എല്ലാ സാധനങ്ങളും നമ്മൾ ചെയ്യും. എന്തൊക്കെ കംപ്ലൈന്റ് ഉണ്ടെങ്കിലും ആനന്ദേട്ടൻ്റെ അടുത്തേക്ക്. ആനന്ദേട്ടൻ എന്ന് പറയും. നമ്മള് പോന്നപ്പോ കാശീനെ കൂടി കൂട്ടിയിട്ടായിരുന്നു പോകുന്നത്. ഇവിടെ നല്ല വികൃതിയാക്കിയപ്പോ അമ്മ എങ്ങനെ എടുത്തിട്ട് പോയി. അപ്പം രണ്ടാളെയും കൂടെ അവിടെ അമ്മയുടെ അടുത്ത് ഏൽപ്പിക്കാൻ പറ്റത്തില്ല.
പാല് കൊടുക്കോളാം. പാല് പിടിമോട്ടില് പാലിരിക്കുന്നത് അത് കൊടുക്കാൻ അറിയിച്ചത്. പിന്നെ പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ കവേഴ്സ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മുടെ അടുത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റൂറൽ ഏരിയ ആണ്. ലൈക്ക് കൂടുതലും വർക്കിന് പോണ ഒരു എങ്ങനെയാണ് നോക്കും നമ്മുടെ ഏരിയയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നത്. ലേബേഴ്സ് ഏരിയ ആണ്. സോ ഇവിടുത്തെ ആ ഒരു ടച്ച് ഒരു ടേസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഫോൺ കവേഴ്സ് ആക്കിയിട്ടുള്ളത്. ഇത് മാത്രമല്ല എല്ലാത്തരം ഫാൻസി ഐറ്റംസും നമ്മുടെ അവൈലബിൾ ആണ്. അത് ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ എടുത്ത് വെക്കാനാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ നാട്ടിലേക്കൊക്കെ ഫോൺ കവേഴ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ പറയുന്ന മോഡലിലുള്ള കവേഴ്സ് ഏത് ടൈപ്പ് വേണമെന്നുണ്ടെങ്കിലും അത് നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. ഒരു മിനിറ്റ്. പിന്നെ നോക്കാനാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാൻഡ് ഫോൺസ് അവൈലബിൾ ആണ്. അതും നിങ്ങൾ ഏത് മോഡൽ പറഞ്ഞാലും അതനുസരിച്ചിട്ട് എടുത്തിട്ട് തരുന്നതായിരിക്കും. ഇതിപ്പോൾ നാട്ടിലിരിക്കുന്നവരായിരിക്കും നമ്മുടെ വീഡിയോ കൂടുതൽ കാണുന്നത്. അങ്ങനെ നമ്മുടെ ബേബിനെ കിടത്തി ഉറക്കി. ആളങ്ങനെ വലിയ ശല്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ള നിർബന്ധവും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പം നമ്മുടെ കടയുടെ കാര്യങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെ സർവീസുകളാണ് ഉള്ളത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഫസ്റ്റ് ഞാൻ പറഞ്ഞ എന്തായിരുന്നു, ഫോൺ കേസുകൾ. ഇത് ഏത് ടൈപ്പ് വേണമെങ്കിലും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പം ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞ കണക്ക് റൂറൽ ഏരിയ ആണ്, കൂടുതൽ ലേബേഴ്സ് ആണ്. എല്ലാ മോഡലും നമ്മുടെ അടുത്തുണ്ട്. പൗച്ചിൻ്റെ ഏത് മോഡലാണ് വേണമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, എല്ലാ മോഡലുകളും നമ്മൾക്കുണ്ട്. പൗച്ച് നമ്മൾ ഡെലിവറി ഇല്ല. പൗച്ച് സ്ക്രീൻ കാർഡൊക്കെ അതൊക്കെ എന്ന് വെച്ചാൽ ആവശ്യമുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ഗിഫ്റ്റ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അത് എന്തൊക്കെയാണ് ആഡ് ചെയ്തിട്ട് ഗിഫ്റ്റ് ഐറ്റംസ് വേണമെന്ന് വെച്ചാൽ നമ്മളത് പാക്ക് ചെയ്ത് ഏത് ലൊക്കേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൊക്കേഷനിൽ എത്തിരും. UAE-ക്കകത്ത് മാത്രം. UAE എന്ന് പറഞ്ഞാൽ ഉമൽ കോയിൻ, അജ്മാൻ, റാഷിദിയ അങ്ങനെയുള്ള ലൊക്കേഷനൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ കൊണ്ടുത്തരും. പിന്നെ വേറെ കുവൈറ്റ് കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊറിയർ പോകാൻ വേണ്ടി കുറച്ച് പാടാണ്. അത് ടൈമും എടുക്കും. പിന്നെ കുറച്ച് ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ കുറച്ച് പാടുമാണ്. പിന്നെ കൊറിയർ ചാർജും ഭയങ്കര ഹെവിയാണ്. ഇപ്പം നമ്മൾ 50 രൂപയ്ക്ക് ഒരു സാധനം മേടിച്ചിട്ടുണ്ടെങ്കിൽ കൊറിയർ ചാർജ് തന്നെ 110-120 രൂപ വരും ഇവിടുന്ന് കൊറിയർ വിടണമെന്നുണ്ടെങ്കിൽ. സോ നമ്മളിപ്പോൾ UAE കൺട്രീനകത്ത് എവിടെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്യും. ഡെലിവറി ചെയ്യുമെന്ന് അവൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റ് സർവീസ് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്കിപ്പം ഒരു ഫോൺ വേണം, നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹസ്ബൻഡ് ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ വൈഫ് ഉണ്ട്, ഫ്രണ്ട് ഉണ്ട്, അച്ഛനുണ്ട്, ബ്രദേഴ്സ് ഉണ്ട്, ആരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഗിഫ്റ്റ് സർവീസ് അവൈലബിൾ ആണ്. ഇപ്പം നിങ്ങൾക്ക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ബഡ്സ്, ഇയർഫോൺസ് ആഡ് ചെയ്യാൻ പറ്റും. ഇയർഫോൺസ് ആഡ് ചെയ്യാം, വാച്ച് ആഡ് ചെയ്യാം, അതുപോലെ തന്നെ സ്പീക്കർ ആഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണോ വേണ്ടത്, നിങ്ങൾക്കിപ്പോൾ മൊബൈൽ ഫോൺ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലും ഫോണുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ. ഫോൺ മാത്രമല്ല, ലാപ്ടോപ്പുകൾ അവൈലബിൾ ആണ്, അതുപോലെ തന്നെ നോട്ട് പാഡുകൾ അവൈലബിൾ ആണ്. ഇപ്പോൾ എന്ത് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. ഫോൺ നമ്പർ വരുന്നത് വെച്ചാൽ നമ്പർ ഒന്ന് പറയാമോ? ഫോൺ നമ്പർ വരുന്നത് നമ്മൾ ഇതിൽ ഫോൺ നമ്പർ ആഡ് ചെയ്യാം. പിന്നെ നമ്മളെ കമ്പനി ഇൻസ്റ്റാഗ്രാമിലുണ്ട് നമ്മളെ നമ്പറൊക്കെ. ഫോൺ നമ്പർ വരുന്നത് 050-533-4766. ഇതാണ് മൊബൈൽ നമ്പർ വരുന്നത്. പിന്നെ 5 രൂപ നമുക്ക് ഇവിടുത്തെ ദർഹം കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദർഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ 23 രൂപ, 22 സംതിങ് എന്തോ ആണ്, 86. ഇപ്പം 23 കൂട്ടുക, അങ്ങനെ കൂട്ടിയാകുമ്പോൾ നമുക്കൊരു കാൽക്കുലേഷൻ കിട്ടുമല്ലോ. അപ്പം ഒരു ദർഹം എന്ന് പറയുന്നത് 23 രൂപയാണ്. അപ്പം നമുക്ക് 5 രൂപ മുതലുള്ള ഹെഡ്ഫോൺസ് അല്ലേ, ഹെഡ്ഫോൺസ്, ചാർജിങ് കേബിളുകൾ അങ്ങനെയുള്ള എല്ലാം അവൈലബിൾ ആണ്. ഒരുവിധം നമ്മളെല്ലാം സെയിൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ തന്നെയാണ് നമ്മൾ ഒരുവിധം എല്ലാം മാർക്കറ്റിലേക്ക്, അല്ലാതെ നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. ഈ ഒരു ഹെഡ്ഫോണിന് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ 15 ദിർഹംസ് ആണ്. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റർ എവിടെടാ, 23 × 15 അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം
നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നാട്ടിലെ പേയ്മെന്റ് തന്നെ ചെയ്യാം. ദിർഹം വെച്ചിട്ട് ചെയ്യണമെന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഒരു ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചാർജിങ് ടൈം, അതായത് ഇതുണ്ടല്ലോ, എങ്ങനെയാ പറയാ, നമുക്ക് അയ്യോ എന്താടാ ഇത് പറയാ, ചാർജിങ് ടൈം ഉണ്ടല്ലോ, ലൈക്ക് നമുക്ക് 100% ഉണ്ട്, പെർസെൻറ്റേജ് കാണിക്കുന്ന ടൈപ്പാണ് കേട്ടോ അത്. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഗെയിമിംഗ് ഹെഡ്ഫോൺസ് അവൈലബിൾ ആണ്, ഹെഡ്സെറ്റ് അവൈലബിൾ ആണ്. ഇപ്പം കൂടുതൽ ഗെയിം കളിക്കുന്നവരൊക്കെയാണ് ഈ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഞാൻ പറഞ്ഞ കണക്ക് പാർട്ട്നേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കണക്കുള്ള ഐറ്റംസ് ഒക്കെ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഗെയിം കളിക്കുന്നവർക്ക് കേട്ടോ. പിന്നെ അല്ലാതുള്ള ഹെഡ്ഫോൺസ് അവൈലബിൾ ആണ് കണ്ടോ, വയർലെസ് ആണ്, വയറുള്ളതും അവൈലബിൾ ആണ്, എല്ലാ ടൈപ്പും അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഷോപ്പ് കാണിക്കുമ്പോൾ നമ്മുടെ എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പിന്നെ നമ്മുടെ പണ്ടത്തെ നോക്കിയയുടെ ഇപ്പൊ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ കീപാഡ് സെറ്റ്, മറ്റേ ഫ്ലിപ്പ് ഉണ്ടല്ലോ, അതും അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു ഐറ്റം മുതൽ ഇപ്പം മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഏത് മോഡൽ വേണമെങ്കിലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. കീപാഡ് മുതൽ ഏത് സ്മാർട്ട് ഫോൺസ് വേണമെന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ ഹെഡ്ഫോൺസ്, ഇത് ബഡ്സ് ഉണ്ടല്ലോ, ഇത് നമുക്ക് വാറന്റി ഉള്ളതും അവൈലബിൾ ആണ്, വാറന്റി ഇല്ലാത്തതും അവൈലബിൾ ആണ്. വാറന്റി ഉള്ളതാകുമ്പോൾ റേറ്റ് അതനുസരിച്ച് മാറും, അതാണ് പ്രത്യേകത. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വാച്ചായിട്ടും അതുപോലെ ഹെഡ്ഫോൺ ആയിട്ടും കോൾ വരുമ്പോൾ ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റൂലേ, ഇത് എല്ലാം ഒരു ഇതായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. നമുക്ക് ബഡ്സ് തന്നെ പല വെറൈറ്റീസ്, പല വേരിയൻസ് അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് ഒറിജിനൽ അവൈലബിൾ ആണ്, അല്ലാതുള്ള കോപ്പീസ് അവൈലബിൾ ആണ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ചെറിയ സ്പീക്കേഴ്സ് ഉണ്ടല്ലോ, ചെറുത് മുതൽ വലുത് വരെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. അതായത് ഏകദേശം ഒരു നമ്മുടെ വലിയ ഹെഡ്ഫോൺ സ്പീക്കറിന്റെ റേറ്റ് എത്രയാണ് വരുന്നത്? ഇതൊരു സ്പീക്കറാണ് കേട്ടോ. റേറ്റ് എത്രയാണ്? നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പറഞ്ഞാൽ അതനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. എല്ലാത്തരം സ്പീക്കേഴ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ ചെറിയ കുട്ടി ഫാൻ, ഇത് ഞാൻ തോന്നുന്നു ഒരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. മിനി ഫാൻ നമുക്ക് ഇപ്പം ഇവിടുത്തെ ആ ഒരു ക്ലൈമറ്റിൽ ഭയങ്കര ചൂടാണല്ലോ, സോ അന്നേരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. പിന്നെ ഇതുണ്ടോ, ഇത് നമുക്ക് വീട്ടിലൊരു ഡെക്കറേഷൻ ഐറ്റം പോലെയൊക്കെ കളക്ട് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നമ്മുടെ അയൺ ബോക്സ് ഉണ്ട്, ഡ്രിമ്മേഴ്സ് ഉണ്ട്, പിന്നെ ക്യാമറ ലെൻസുകൾ അവൈലബിൾ ആണ്. വാച്ച് എല്ലാ ടൈപ്പ് വാച്ചുകളും അവൈലബിൾ ആണ്. സ്മാർട്ട് വാച്ച് മാത്രമല്ല, അല്ലാണ്ടുള്ള വാച്ചുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏത് വേണമെന്ന് പറയുന്നത് അതനുസരിച്ച് നമ്മൾ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ നമ്മുടെ ലബൂബു, ഇതിപ്പം ഒരുവിധം ട്രെൻഡ് ഔട്ടായി വന്നുകൊണ്ടിരിക്കുന്ന ഐറ്റമാണ്. നമ്മൾ ട്രെൻഡ് ആയിരുന്ന ടൈമിൽ ഒരുപാട് സെയിൽ ഉണ്ടായിരുന്നു അല്ലേ ലബൂബു. പിന്നെ വേറൊരു ഐറ്റം ഉണ്ട് കേട്ടോ, ഈ സ്പെക്സ് ഉണ്ടോ, ഇത് ആക്ച്വലി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട, ഇതിനെപ്പറ്റി എനിക്ക് പറഞ്ഞു തരാൻ എനിക്ക് അറിയില്ല. ഞാനിത് ഇത് ബ്ലൂടൂത്ത് ക്യാമറ, എല്ലാവർക്കും അറിയായിരിക്കും. ബ്ലൂടൂത്ത് ക്യാമറ, ഇത് ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് സ്പെക്സ്. ഇതിൽ നമുക്ക് എന്താ ചെയ്യാം, നല്ല ക്ലിയർ ഉള്ള വോയിസ് കിട്ടും. നമുക്ക് ഫോണിൽ സംസാരിക്കുമ്പോൾ ഫോൺ എടുക്കേണ്ട കാര്യമില്ല, ഇവിടെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. സ്പീക്കർ ഉണ്ട്, ടാപ്പ് ചെയ്താൽ മതി. പിന്നെ നമുക്ക് അതിൽ നിന്ന് സോങ്സ് കേൾക്കാം. എന്തെങ്കിലും സിനിമ കാണുമ്പോൾ വെച്ചോണ്ട് നമുക്ക് സിനിമ കാണാം. ഒരു ബ്ലൂടൂത്ത് സ്പെക്സ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും. ഇത് ഓൾമോസ്റ്റ് യൂസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ചാർജ് ചെയ്യുന്നതാണ് കേട്ടോ. ഇതെന്റെ പവർ ലെൻസ് ആണ്, കാഴ്ചക്കുറവുണ്ട് അതിന്റെ. വന്നല്ല വനമാല ആനന്ദ്. പിന്നെ പറയാനാണെങ്കിൽ വാച്ചുകൾ, എല്ലാ ടൈപ്പ് വാച്ചുകളും അവൈലബിൾ ആണ്.
ഈ സ്മാർട്ട് വാച്ചുകൾ മാത്രമല്ല, നിങ്ങൾ പറയുന്ന അനുസരിച്ച് നമ്മൾ എടുക്കും കേട്ടോ. ഞാൻ പറയണത് ഗിഫ്റ്റ് സർവീസ് മാത്രമല്ല, ഇപ്പം നാട്ടിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് നാട്ടിലേക്ക് കൊറിയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ നാട്ടിലേക്ക് വരുന്ന ടൈമിൽ നിങ്ങളിപ്പം ഓർഡർ ചെയ്ത് വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റി വെക്കും. എന്നിട്ട് നമ്മൾ വരുന്ന ടൈമിലായിരിക്കും നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത്. കുറച്ച് ഡിലേ ആവും, എങ്കിലും അഫോർഡബിൾ റേറ്റിന് നിങ്ങൾക്ക് കിട്ടും. ഈ ഐറ്റംസ് എല്ലാം ഒറിജിനൽ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാത്തത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റും. പിന്നെ വേറെന്തിട്ടാ പറയാൻ, പിന്നെ ഇവിടെ ഉള്ളവർക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് മേടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിനെ കോൺടാക്ട് ചെയ്തിട്ട് നൈസ് ഒരു 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 ക്ലാസ് ലുക്കുള്ളൊരു സ്മാർട്ട് വാച്ച്. ഇതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ എനിക്കറിയത്തില്ല, അതുകൊണ്ട് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ അങ്ങനെ വാച്ച് ഉപയോഗിക്കുന്ന ഒരു പേഴ്സൺ അല്ല കേട്ടോ. എനിക്ക് ഗോകുൽ വാങ്ങി തന്നതിന് ശേഷമാണ് ഞാൻ വാച്ച് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതെനിക്ക് അവൻ വാങ്ങി തന്ന നല്ല ഭംഗിയുള്ളൊരു വാച്ചാണ് കേട്ടോ ഇത്. ഇതിന്റെ റേറ്റ് എത്ര വരും ഗോകു? 16. പിന്നെ ചാർജിങ് കേബിൾസ്, ചാർജേഴ്സ്, അഡാപ്റ്റേഴ്സ്, പിന്നെ വേറെന്താ പറയാ, എങ്ങനെ എസ് പെന്നോ? എല്ലാ ഫോണിനും യൂസ് ചെയ്യാൻ പറ്റുമോ? നമുക്ക് ഫിംഗർ യൂസ് ചെയ്യുന്നതിന് പകരമായിട്ട് പെന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇപ്പോഴാണ് കേട്ടോ കാണുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്. അനന്തിൻ്റെ കയ്യിലിരിക്കുന്ന ഫോൺ ഉണ്ടല്ലോ, അതിൻ്റെ പേരെന്താ? S24. അവൻ്റെ കയ്യിലുണ്ട് പെൻ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എല്ലാ ഫോണിലും യൂസ് ചെയ്യുന്ന ഇപ്പോഴാണ്. പിന്നെ നമ്മുടെ കേബിൾ വരുന്ന ഹെഡ്ഫോൺസ് അവൈലബിൾ ആണ്. ചാർജിങ് കേബിൾസും തന്നെ എല്ലാം ഉണ്ട്. നാട്ടിലേക്ക് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ തന്നെ, എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ നമുക്ക് ഫോൺ ഗ്ലാസ്സുകൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ സാധാരണ ഗ്ലാസ് മേടിച്ചിട്ട് ഷോപ്പിൽ കൊണ്ടുപോയിട്ടല്ലേ ചെയ്യാറുള്ളത്. നമ്മുടെ അടുത്ത് സ്വന്തമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഗ്ലാസ്സുകൾ അവൈലബിൾ ആണ് അല്ലേ. പിന്നെ വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത്? റിംഗ് ലൈറ്റ്, നമ്മുടെ വീഡിയോസ് ഒക്കെ എടുക്കുന്നവർക്കറിയാം, റിംഗ് ലൈറ്റുകൾ അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാം നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ആയിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു എങ്ങനെയാ പറയുക, നമ്മുടെ ഐറ്റംസിന് ഒരു എല്ലാം കൂടി ഒരു ഇത് പറയല്ലോ, ഒരു തിങ്സിന് പറയുന്ന ഒരു അത് തന്നെ, ഇലക്ട്രോണിക്കൽ ഐറ്റംസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മളൊരു വിത്തിൻ 1 ഡേയിൽ തന്നെ എല്ലാം ഓർഡർ ചെയ്ത് നിങ്ങളുടെ അടുത്ത് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഷോപ്പിനെ പറ്റിയിട്ട് പറയാനാണെങ്കിലും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നമ്മുടെ ക്യാമറ ഉണ്ടല്ലോ, അത് അവൈലബിൾ ആണ്. ക്യാമറ മീൻസ് ഇതല്ലേ, അതോ എന്ത് ഇതിനകത്തുന്ന ക്യാമറ? ഇത് സാധനം ഉണ്ടല്ലോ, താഴെ മുള്ളൂ എന്ന് വെച്ചാൽ ഇത് കറങ്ങുന്നത് എവിടെ? ഇത് മറ്റേ ആള് വരുന്നത്. ഇത് ഒരുവിധം എല്ലാ വീട്ടിലും ഇപ്പം വേണ്ടുന്ന ഒരു ഐറ്റമാണ്. കാര്യം കുറുവാസംഘം പോലുള്ള ഐറ്റംസ് ഒക്കെ ഇറങ്ങുന്ന ടൈമാണല്ലോ. സോ ഇത് നല്ലതാണ്. ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിൻ്റെ അകത്തായാലും പാഡ്സിൻ്റെ അകത്തായാലും ലാപ്ടോപ്പിനകത്തായാലും ഒക്കെ കണക്ട് ചെയ്യാം കേട്ടോ. ഇത് മെയ്ഡ് ഇൻ ചൈന, നല്ല ഐറ്റമാണ്. നമുക്ക് ഷോപ്പിൽ ഒരെണ്ണമുണ്ട്. ഇപ്പം നൈറ്റ് ആയാൽ കൂടിയിട്ട് കളർ വിഷൻ തന്നെയാണ് കിട്ടുന്നത്. കാര്യം ലൈറ്റ്, നമുക്ക് ലൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് ഇതിനകത്ത് ലൈറ്റ് ഉണ്ടാവും. ആൾ വരുന്ന ടൈമിൽ ലൈറ്റ് കത്തും. ഞാനത് വേറൊരു വീഡിയോ ആയിട്ട്, ക്യാമറേൻ്റെ വീഡിയോ ഞാൻ വേറെ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് കാണിച്ചു തരാം. ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നാട്ടിൽ ഇരുന്നുകൊണ്ടിട്ട് നമുക്കിത് ഓർഡർ ചെയ്തിട്ട് നാട്ടിൽ എത്തിക്കാം കേട്ടോ. അതല്ല ഇപ്പം വീഡിയോ കാണുന്ന ക്യാമറയ്ക്കകത്തോട് സംസാരിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഫോണിൽ കണക്ട് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ അതുവഴി നമുക്ക് സംസാരിക്കാം. ക്യാമറയ്ക്കകത്ത് കണക്ട് ആവും കേട്ടോ. പിന്നെ വേറെ വിശേഷം പറയാനാണെന്നുണ്ടെങ്കിൽ എല്ലാത്തരം ഐറ്റംസും അവൈലബിൾ ആണ്. ഇതാണ് നമ്മുടെ ചെറിയൊരു ലോകം. ഞങ്ങൾ പറഞ്ഞ കണക്ക് സ്റ്റാർട്ടായിട്ട് ഇപ്പോൾ 2 വർഷം ആവുന്നുള്ളൂ. സ്റ്റാർട്ടായ ടൈമിൽ ഇത് നമ്മുടെ മാത്രമായിരുന്നില്ല, പാർട്ട്ണർഷിപ്പിലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം സ്വന്തമായിട്ട് എടുത്ത് സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ വേറെന്താ പറയാൻ? വേറെന്താ നീ പറ. വേറെന്താ പറയാൻ വേണ്ടിയിട്ട്, സർവീസ് എന്നാ മെയിൻ സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വരിക. പിന്നെ സെക്കൻഡ് ഹാൻഡ് ഫോൺ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറയാം. സെക്കൻഡ് ഫോണിൻ്റെ ഐറ്റംസ് നമ്മൾ ചെയ്യുന്നില്ല. നമുക്കിപ്പം
നമ്മളെ ലൈസൻസിൽ വരുന്നത് ആക്സറീസ് ഐറ്റംസ് വരുന്നത്. അപ്പോൾ നമുക്ക് വേറൊരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോൺ ഏതാണെന്ന് പറഞ്ഞാൽ മതി, അതിൻ്റെ ലിസ്റ്റ് ഇട്ട് തരും. അതിൽ നിന്ന് സെലക്ട് ചെയ്യുക, പിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എത്ര എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോരോ മാർക്കറ്റിൽ ഓരോരോ വിലയായിരിക്കും മൊബൈൽ. ഇന്ന് 435 നാളെ നാളെ ചിലപ്പം കൂടാം, ചിലപ്പം കുറയാം. അപ്പോൾ ആ ഡെയിലി ലിസ്റ്റ് അപ്ഡേറ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് ജോയിൻ ചെയ്യുക. ഡെയിലി അപ്ഡേഷൻ അറിയാൻ പറ്റും. പിന്നെന്താ, അപ്പോൾ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ ഫുൾ ലിസ്റ്റ് ഇട്ട് തരും. അതിൽ സെലക്ട് ചെയ്യുക. സാംസങ് വേണോ റെഡ്മി വേണോ, ഫുൾ ലിസ്റ്റ് ഇട്ട് തരും. അതിൽ സെലക്ട് ചെയ്യുക നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡെലിവറി ചെയ്യും. നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് കളക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരിട്ട് ഓർഡർ ചെയ്യുക. നമ്മൾ ആ സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ കളക്ട് ചെയ്ത് റെഡിയാക്കി വെക്കും. ഇങ്ങനെയൊക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഒരുവിധം കുറേ ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറുള്ളതാണ്, ചേച്ചി എന്താണ് ജോലി, എന്ത് ചെയ്യുന്നു എന്നുള്ളത്. ഇതാണ് നമ്മുടെ സ്ഥാപനം, ഒരു സ്ഥാപനം. ഇനി ഇതിനകത്ത് നിന്ന് വളർത്തി 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 വലുതാക്കി കൊണ്ടുവരണമെന്നുണ്ട് അല്ലേ ആനന്ദേ? ആനന്ദാണ് കേട്ടോ നമ്മുടെ ഓൾ ഇൻ ഓൾ. ഗോകു നാട്ടിൽ വന്ന് നിൽക്കുമ്പോഴായാലും എല്ലാം ചെയ്യുന്ന ആനന്ദ് തന്നെയാണ്. നമ്മൾ വേണമെന്നില്ല, അവൻ മതി. ആനന്ദ് നാട്ടിൽ പോവാണ്, സെപ്റ്റംബറിൽ ആനന്ദ് നാട്ടിൽ പോവാ. എന്താവും എന്നൊരു പിടുത്തം ഇല്ല. ആനന്ദിന് എല്ലാ ലാംഗ്വേജും അറിയാം കേട്ടോ. ആനന്ദിന് എത്ര വയസ്സായി ആനന്ദേ? 23 വയസ്സേ ഉള്ളു. പക്ഷെ ആനന്ദ് ഇവിടെ വന്നിട്ട് 4 വർഷം ആവുന്നു. 4 വർഷം കൂടിയിട്ട് ഇപ്പോഴാണ് നാട്ടിൽ പോകാൻ പോണത്. നമ്മുടെ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തു ആ ഒരു 1 വീക്ക് കൂട്ടിയിട്ട് ആനന്ദ് നമ്മുടെ കൂടെ ഉണ്ട്. ആനന്ദ് നാട്ടിൽ പോകുമ്പോഴത്തേക്ക് ഗോകുലിനാണ് വിഷമം. പോയി കഴിഞ്ഞാൽ എന്താകും ഏതാകും. ഒരുവിധ ലാംഗ്വേജ് എല്ലാം ആനന്ദിന് അറിയാം. മാമിന് മലയാളം അറിയാം, മലയാളം പറയണ അറിയില്ലല്ലോ. തമിഴ് അറിയാം, ഹിന്ദി അറിയാം, അറബിക്ക് അറിയാം. വേറെ എന്തെങ്കിലും അറിയാടാ? ഇംഗ്ലീഷ് അറിയാം. ഇത്രയൊക്കെ പോരെ നമുക്ക്. ഫ്രഞ്ച് അറിയോടാ? ആനന്ദിന്റെ സ്ഥലം മലപ്പുറമാണ് കേട്ടോ. ആനന്ദ് പോകുമ്പോഴൊരു ചെറിയൊരു വിഷമമുണ്ട്. എന്താകുമെന്ന് അറിയത്തില്ല. ഗോകുൽ ഒറ്റയ്ക്ക് നിർത്തി പോവല്ലോട്ടാ. ഇത് നിർത്തി പോവടാ, നിർത്തി പോവുക. ആനന്ദ് ആദ്യമേ പറഞ്ഞു ആനന്ദിന്റെ വിസ കഴിയാറായി. നമുക്ക് 2 വർഷമാണല്ലോ ഒരു വിസ വരുന്നത്. വിസ കഴിയാറായപ്പോ ആനന്ദ് പറഞ്ഞു വിസ അടിക്കണ്ട, ഞാൻ നാട്ടിൽ പോയിട്ടല്ല. അത് ഇനി വന്നില്ലെങ്കിലോ വിചാരിച്ചിട്ടെങ്കിലും വിസ അടിച്ചിട്ടേ വിടുന്നുള്ളു. നീ ഇനി അങ്ങനെ പോയാ മതി. വരില്ലേടാ? ആ എന്തായാലും വരും. വന്നില്ല കൊല്ലും ഞാനാ. നാട്ടിലൊന്നും ഇല്ലടാ. ആ ഇവരുടെ അച്ഛൻ ഇവിടെയാണ് കേട്ടോ. അച്ഛൻ ഏത് സ്ഥലത്താടാ? റൗദാത്രി. ആ റൗദാത്രിയിലല്ലേ ഞാൻ നേരത്തെ ഒരു റെസ്റ്റോറന്റ് പറഞ്ഞത്? ആ ഒരുപാട് ദൂരം ഉണ്ടാ? മാനർച്ചി ഇട്ടോടാ. ആ എന്തുവാടാ? നാട്ടുവാസി വീട്ടുവാസി റെസ്റ്റോറന്റ്. ഇല്ല, അതുകൊണ്ടാ പറഞ്ഞത്. പോടാ. അവൻ കഴിച്ചിട്ടുണ്ടാ? ആ ഇവിടെ കോമഡിയാണ് കേട്ടോ. നമ്മൾക്ക് ഈ ഒരാള് ഒരിടത്ത് പോയിട്ട് ജോലി ചെയ്യുന്നതിനേക്കാളും സുഖമാണ് ഒരിടത്ത് നമ്മൾ സ്വന്തമായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അതൊരുവിധം എല്ലാവരുടെയും സ്വപ്നം ആയിരിക്കോ? ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. എന്തായാലും നമ്മുടെ സ്വപ്നം. ഗോകുല് ഫസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ജോബ് ഇത് തന്നെയായിരുന്നു കേട്ടോ. നാട്ടിൽ എറണാകുളത്തായിരുന്നു ഗോകുലിന് മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നത്. കൊറോണ ടൈമൊക്കെ ആയപ്പോഴത്തേനാണ് ആ കൊച്ചു ക്ലോസ് ചെയ്യുന്നത്. ഞങ്ങളുടെ കല്യാണത്തിന്റെ ടൈമൊക്കെ ആയപ്പോഴത്തേന് ഒരുവിധം ക്ലോസ് ഒക്കെ ആവുന്ന ടൈമിലായിരുന്നു കല്യാണം. അത് കഴിഞ്ഞിട്ട് 2 വർഷം, കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുമ്പോഴല്ലേ ഗോകു ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഇതാണ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ 4 വർഷം ആവാൻ പോണ്. നേരെ വന്നിട്ട് മൊബൈൽ ഷോപ്പ് തുടങ്ങിയൊന്നല്ല. ഒരുപാട് പണിക്കൂടെ വന്നിട്ട് പോയി. ഗ്യാസ് മുക്കാൻ പോയി, മറ്റേ ഈത്തപ്പഴം പൊറുക്കാൻ പോയി, ഈത്തപ്പഴത്തിൽ കുരുനറിക്കാൻ പോയി, ഒരുപാട് പോയി. ഗോകു ഫസ്റ്റ് ഇവിടെ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ ജോലിക്കായിട്ടാണ് വന്നത്. അതായത് എന്തെങ്കിലും ഒരു വർക്ക് കണ്ടുപിടിച്ച് നോക്കാം എന്ന ലെവലിലാണ് അവച്ച് വന്നത്. വന്നൊരു 3-4 മാസം കഴിഞ്ഞപ്പോഴാണ് നമുക്കൊരു മൊബൈൽ ഷോപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മ പറയുന്നത്. അങ്ങനെ 6 മാസം അല്ലേ, 2 വിസ നീട്ടിയല്ലേ, 2 വിസിറ്റ് അടിച്ച് ഇവിടെ നിന്നത്. എല്ലാരും എപ്പോഴും ചോദിക്കാറുണ്ട് ചേച്ചി അവിടെ ജോലി കിട്ടുമോ, എങ്ങനെയാ, പാടാണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിട്ട്. അത്യാവശ്യം നമ്മൾ കഷ്ടപ്പെടാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ഇത് നമ്മളിവിടെ ഉള്ളതുകൊണ്ട് ജോലി ചോദിക്കുന്ന പിള്ളേർക്കെല്ലാം ഈസി ആയിരിക്കും. നമ്മൾ നേരിട്ട് ജോലി അന്വേഷിച്ച് അവർക്ക് റെഡിയാക്കിയിട്ട് മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരും. അല്ലാതെ ഇവിടെ വന്നിട്ട് ജോലി അലയേണ്ടി വരില്ല. പക്ഷേ
ഇവിടെ വിസിറ്റിങ്ങിന് വന്ന് ലേബർ ക്യാമ്പിലൊക്കെ കിടന്ന് ജോലിക്ക് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് കഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടത്തിൻ്റെ എക്സ്ട്രീമാണ്. ഇവിടെ ജോലി കിട്ടാൻ പാടാം. പക്ഷെ ഇവിടെ നമുക്കൊരു ആരെങ്കിലും ചേച്ചിയോ ചേട്ടനോ ഫാമിലി ആരെങ്കിലും ബാക്കപ്പ് ഉണ്ടെങ്കിലും ഓക്കെ. എല്ലാവരും ചോദിക്കുക എളുപ്പം കിട്ടുമോ, വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്കൊരു ജോലി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്ന് ഇവിടെ വരിക, വന്നതിന് ശേഷം ജോലി അന്വേഷിക്കുക. നാട്ടിൽ നിന്നിട്ട് അന്വേഷിച്ച് ഇങ്ങോട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇവിടെ ഇപ്പം നിങ്ങൾക്കൊരു ബാക്കപ്പ് ആയിട്ട് ഇപ്പോൾ ഫ്രണ്ട്സോ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജോലിയുടെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ വന്നിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, പെർഫെക്റ്റ് ആണ്. പക്ഷെ നാട്ടിൽ നിന്ന് അവിടെ നിന്നുകൊണ്ട് ജോലി ശരിയാക്കി ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ ജോലിയായിട്ട് സെറ്റ് ആവുന്ന വെച്ച് കഴിഞ്ഞാൽ നടക്കൂല. നമ്മൾ കഷ്ടപ്പെടണം. നമുക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടുക. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലി ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ടൈപ്പ് ജോലിയാണ്, അതായത് ഇപ്പോൾ ഹോട്ടൽ ഫീൽഡ് ഉണ്ട്, ലേബേഴ്സ് ഉണ്ട്, എന്ത് ഫീൽഡിലാണ്, നേഴ്സുമാരുണ്ട്, ഏത് ഹോസ്പിറ്റൽ ഫീൽഡ് ഉണ്ട്, എയർപോർട്ട് ഉണ്ട്. അപ്പോൾ ഏത് ഫീൽഡിലാണോ വേണ്ടത് അവിടെ വേക്കൻസി ഉണ്ടോ എന്ന് തിരക്കിയതിന് ശേഷം ഓക്കെ ആകുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ വന്നിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് കയറുന്നതായിരിക്കും ബെറ്റർ. ഞാൻ പറഞ്ഞാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടും തയ്യാറാണ് എന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെയാണ്. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 6 മാസം തണുപ്പ് 6 മാസം ചൂടുമായിരിക്കും. ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ചൂടാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചൂടുള്ള ടൈമിലാണ് ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. 50 ഡിഗ്രി എന്തോ ആയിരുന്നു കഴിഞ്ഞ ദിവസത്തെ ചൂടിൻ്റെത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തണുപ്പാണെന്നുണ്ടെങ്കിൽ അത് കണക്ക് തണുപ്പാണ്. തണുപ്പുള്ള ടൈമിൽ ഞാൻ വന്നത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചൂടുള്ള ടൈമിൽ വരുന്നത്. വെയിലെന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 8 മണി തൊട്ടിട്ട് വെയിലുണ്ടാവും അല്ലേ ആനന്ദേ? ഞാൻ 8 മണി കണ്ടിട്ടില്ല ഇവിടെ വന്നെനിക്ക്. സത്യം പറഞ്ഞാൽ ഉറക്കടിക്കുക 11 മണിക്ക് ശേഷമാണ്. അതുകൊണ്ട് ഞാൻ 8 മണി കണ്ടിട്ടില്ല. ഇന്ന് 10 മണിയായപ്പം ആ ആ ഓ നേരെ 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ചൂട് സ്റ്റാർട്ട് ചെയ്യുന്നു. പിന്നെ വൈകുന്നേരം ആകുമ്പോഴും നേരെ ഇരുട്ടുന്നത് കുറച്ച് ലേറ്റ് ആയിട്ട് 7 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇരുട്ടി തുടങ്ങത്തുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് പോണത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ അരി പൊന്നീരി ഉണ്ടല്ലോ, പൊന്നീരി അല്ലല്ലോടാ, എന്താടാ അതിൻ്റെ പേര്, കുത്തരി, അതാണ് വീട്ടിൽ മേടിക്കുന്നത്. വീട്ടിലുണ്ടാക്കുന്നതുകൊണ്ടൊരു കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ കേരള മെസ്സുകളൊക്കെ അവൈലബിൾ ആണ് ഫുഡിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പോണത്. ഈസി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഫാമിലി ഉള്ളത് കൊണ്ടിട്ട് വലിയ വിഷയമില്ല. സിംഗിൾസൊക്കെ ആയിട്ടിരിക്കുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവാം, എനിക്കറിയില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അതുപോലെ തന്നെ നമുക്ക് റീചാർജ് അവൈലബിൾ ആണ് കേട്ടോ. നാട്ടിലേക്ക് റീചാർജ് കൊടുക്കാൻ പറ്റുമോ ഗോഗു? പറ്റൂട്ടോ. എനിക്ക് ഗോഗു ഇവിടെ നിന്നായിരുന്നു നാട്ടിലേക്ക് റീചാർജ് ചെയ്ത് തന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് നാട്ടിലിപ്പോൾ എല്ലാവർക്കും ഗൂഗിൾ പേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്വന്തമായിട്ടായിരിക്കുമല്ലോ ചെയ്യുന്നത്. അപ്പം ശരി, അപ്പം ഇത്രയേ ഉള്ളൂ. ടാറ്റാ. കട്ടാക്കോ.